ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു മാങ്ങ, നീളമാങ്ങ ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കാം. അത്യാവശ്യം നല്ല ചെറിയ മധുരം തുടങ്ങുന്ന ഒരു പരുവുണ്ടല്ലോ, ആ മാങ്ങയാണ് കൂടുതൽ നല്ലത്. നല്ല ചെറുതായിട്ട് അരിയുക. ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള മുളകാണ്. എരിവ് കുറവാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മധുരമുള്ള മാങ്ങ ആകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊന്ന് അതായത് നമുക്ക് വിളഞ്ഞിങ്ങനെ പഴുക്കാൻ തുടങ്ങുന്നൊരു പരുവുണ്ടല്ലോ, ആ പരുവം. പഴുത്ത മാങ്ങ ആകരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്, വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വെന്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവാൻ വേണം, ആ ഒരു പരുവം. ഇപ്പോൾ ഇൻ കേസ് മാങ്ങയ്ക്ക് നല്ല മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കുന്ന ടൈം എങ്ങാനും ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ചെറിയൊരു മധുരവും ഉണ്ടാവണം നമ്മുടെ ഈ ഒരു കറിക്ക്, അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഈ ഒരു ഡിഷ് കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളിയും സ്വല്പം കടുകും, ഒരു നുള്ള് കടുക് മതി കേട്ടോ. കടുകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, ഒരു നുള്ള് മതി. കടുകും കൂടി ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. കടുക് മസ്റ്റാണ് ചേർത്ത് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കയ്പ്പ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എന്താ മാങ്ങ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ച് അരക്കരുത്, ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് അരച്ച് അത് നമ്മുടെ മാങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ശർക്കര വേണമെങ്കിൽ ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു ചെറിയ കഷ്ണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു പ്രത്യേക സ്വാദാണ്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ചേർക്കണ്ട, അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണെങ്കിൽ ചേർക്കണ്ട, ഇല്ലെങ്കിൽ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ തേങ്ങയുടെയും ആ കടുകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അതുകൊണ്ട് തന്നെ അരപ്പ് നല്ല പോലെ തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം, ആ ഒരു പരുവം കേട്ടോ. ഉപ്പൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി ആ ഒരു അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്വല്പം തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തന്നെ ചേർക്കണം എന്നില്ല, നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളെന്ന് ചെയ്യുന്നത് പച്ചമാങ്ങ പച്ചടിയാണ്. അപ്പോൾ നമ്മുടെ ഇലയിൽ വിളമ്പാനാകുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായിട്ടാവരുതല്ലോ, കുറച്ച് തിക്കായിട്ടാണല്ലോ നമ്മൾ പച്ചടി ചെയ്യുക. സാധാരണ നമ്മൾ ബീട്രൂട്ട് പച്ചടി, കുമ്പളങ്ങ പച്ചടി അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുക, വെള്ളരിക്ക വെച്ചിട്ട് പച്ചടിയൊക്കെ. അപ്പോൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത്തവണ മാങ്ങാ പച്ചടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല മധുരമുള്ള മാങ്ങ അല്ലെങ്കിൽ ഒരു ഇത്തിരി ശർക്കര ചേർത്ത് മാങ്ങ വേവിച്ചിട്ട് ബാക്കി ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ ഒരു പരുവത്തിൽ വെക്കുക കേട്ടോ, ഒരുപാട് തിക്കാക്കരുത്. നമുക്കൊരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഇത്തിരി കടുകും ഒരു വറ്റൽമുളകും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ വേവിക്കുമ്പോൾ വെള്ളം കുറച്ചേ ഒഴിക്കാവൂ എന്ന് പറഞ്ഞതും അരയ്ക്കുമ്പോൾ കുറച്ചേ വെള്ളം ഒഴിച്ച് അരയ്ക്കാവൂ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇടാം, ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കുക, സാധാരണ താളിപ്പ് തന്നെ. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. താളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ചെറിയൊരു മധുരവും പുളിയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ശർക്കര നിങ്ങൾ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം തൈര് ചേർത്തതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. തൈരിൻ്റെ അളവൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർക്കുക, ഒന്ന് മിക്സ് ചെയ്ത് താളിപ്പും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി കൂടെ ഒന്ന് തിക്കാവട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ ഫ്ലെയിം തൈര് ചേർത്തതിന് ശേഷം ഓണാക്കണ്ട. അപ്പോൾ ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഞാനൊരു മെഴുക്കുവരട്ടി കൂടി ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സവോള ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 പൊട്ടറ്റോ ആണ് കനം കുറച്ച് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊട്ടറ്റോ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്.
1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരുപാടിട്ടങ്ങ് ആ എണ്ണയിലിട്ട് ഒരുപാടിട്ട് വഴറ്റി എടുക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനത് വെള്ളം ഒഴിച്ച് വേവിക്കില്ല, നമ്മൾ ആ ഒഴിച്ച എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കും. കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് അടച്ചൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് ഇതെങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു മിനിറ്റ് ആയപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ആയി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കില്ല, ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെള്ളം ഒഴിച്ചാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ കളറൊക്കെ നന്നായിട്ട് മാറി വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് വഴറ്റി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി കൂടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയോണ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് എടുത്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം. പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് മെനു ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു 55ഓളം വീഡിയോസ് നമ്മൾ ഉച്ചയോണ റെസിപ്പീസ് വെജിറ്റേറിയൻ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേറിയൻ റെസിപ്പീസ്, വെജിറ്റേറിയൻ ഉച്ചയൂണിൻ്റെ റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് സവോള നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും ലേശം വിനീഗറും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടും കേട്ടോ. നല്ല ടേസ്റ്റാണ് സവോള ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ 2 പപ്പടം വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിയുക സവോള. അപ്പോൾ ഇതാ നമ്മുടെ പച്ചടി നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് സവോള അരിയുക. കുറച്ച് ഉപ്പും ഇത്തിരി വിനീഗറും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. ആ ഉപ്പും വിനീഗറും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഉച്ചയൂണ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തതിന് ശേഷം വേണം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാ റെസിപ്പീസും കണ്ടു നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.